പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 4 പ്രധാനപ്പെട്ട ആയത്തുകളാണ്. 4 ആയത്തെന്ന് പറഞ്ഞാൽ ഈ 4 ആയത്തുകളുടെ പ്രത്യേകത അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, ഇസ്മുൽ ആളം ഉൾപ്പെടെ 15ഓളം അള്ളാഹുവിൻ്റെ ഇസ്മുകൾ എണ്ണി പറയുന്ന 4 ആയത്തുകളാണ്. ഈ 15 അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയ ഈ 4 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 15ഓളം വരുന്ന നേട്ടങ്ങളാണ്. അപ്പോൾ 15 അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയ 4 ആയത്തുകൾ ഓതിയാൽ 15 വമ്പൻ പ്രതിഫലങ്ങൾ കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ് ആ ആയത്തുകൾ, എങ്ങനെയാണ് ആ ആയത്ത് ഓതേണ്ടത്, ആ ആയത്തിൻ്റെ അർത്ഥം എന്താണ്, ഈ ആയത്ത് ഓതിയാൽ കിട്ടുന്ന 15 നേട്ടങ്ങൾ ഏതൊക്കെയാണ്, വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അവസാനം വരെ കാണാൻ മറക്കണ്ട കേട്ടോ. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന നിരവധി ആളുകൾ ഒരുപാട് ദുആ വസിയ്യത്ത് നേരിട്ട് കണ്ട് പറയാറുണ്ട്. അതുപോലെ നമ്മുടെ കമൻ്റായിട്ട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ വസിയ്യത്തായിട്ട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ പറയുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കുടുംബപരമായ, മക്കൾ സംബന്ധമായ, കച്ചവട സംബന്ധമായ, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാ പ്രയാസ പ്രതിസന്ധികളും റബ്ബ് തആല അവൻ്റെ വിശാലമായ കരുണ കൊണ്ട് നമ്മളിൽ നിന്നും മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും ഇരുലോകത്തും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളൊക്കെ വലിയ ശ്രേഷ്ഠതയോടുകൂടി ഓതാറുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഫോണിൽ വിളിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണുമ്പോഴാണെങ്കിലും ഒക്കെ പലരൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരവസാനം പറയുന്ന ഉസ്താദെ, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് പറയാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നൊരു പരിഹാരം കിട്ടാൻ എന്താണ് ചൊല്ലേണ്ടത്? അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ആയത്തുൽ കുർസി ഞങ്ങൾ ഓതാറുണ്ട്. അതുപോലെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 അതും ഞങ്ങൾ ഓതാറുണ്ട്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക അതും ഞങ്ങൾ ഓതാറുണ്ട്. ഇസ്തിഗ്ഫാർ അതും പറയാറുണ്ട്. സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ഓതാറുണ്ട്. സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും ഓതാ. എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നിട്ടും പ്രശ്നങ്ങൾ മാറുന്നില്ല. പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷെ ഓത്തും ദിക്റും സ്വലാത്തൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രശ്നങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനും ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറയുന്നു, അതൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറും. പക്ഷേ നമ്മൾ ഇത് തന്നെ ആക്കരുത്. നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഫർളായ നമ്മുടെ നിസ്കാരാദി കാര്യങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ടോ അതൊന്ന് ചിന്തിക്കണം. സുബഹി പോലും നിസ്കരിക്കൂല, സുബഹി നിസ്കരിക്കൂല, മഗ്രിബ് നിസ്കരിക്കൂല, ഒരു നിസ്കാരവും ഇല്ല. പക്ഷേ എന്താണ്, ഭയങ്കര ദിക്റും സ്വലാത്തും, ഭയങ്കര എന്താ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലലും ഒക്കെയാണ്. അതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ഫർളായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതുപോലുള്ള ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറയുമ്പോൾ വേഗത്തിൽ അല്ലാഹു തആല അത് സ്വീകരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരും. അപ്പോൾ ആദ്യം ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ പ്രത്യേകിച്ച് സുബഹി നമസ്കാരം അത് നഷ്ടമാക്കുന്ന ഒരാളായി നമ്മൾ മാറരുത്. ഇപ്പോൾ ഒരു വലിയൊരു ഉസ്താദ്, നമ്മുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദിനോട് എൻ്റെ ഒരു ബന്ധു അയാൾ വിളിച്ച് ചോദിച്ചു, ഉസ്താദെ വീടിന് തറക്കല്ലിടുവാണ്, അപ്പോൾ ഏതാണ് നല്ല ദിവസം? അപ്പം അത് എന്നോടൊക്കെ പലരും ചോദിക്കാറുണ്ട്, വീടിനെ തറക്കല്ലിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ ഈ മാസം ഏത് ദിവസം ഇടണം? അപ്പോൾ മൂപ്പര് ഉദ്ദേശിച്ചത് ഈ നെഹ്സൊന്നും ഇല്ലാത്ത നല്ലൊരു ദിവസം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, നീ സുബഹി നിസ്കരിക്കുന്ന ഏത് ദിവസവും നിനക്ക് കല്ലിടാം. നീ സുബഹി നമസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുന്ന ഏത് ദിവസവും നിനക്ക് കല്ലിടാം, അന്ന് നെഹ്സില്ല എന്നാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്നൊക്കെ പറയൂലേ, അത് നമ്മൾ കാരണമാണെന്ന് മനസ്സിലാക്കും. നമ്മൾ അള്ളാഹുമായിട്ടുള്ള ആ ബന്ധം ക്ലിയർ ആക്കാതെ വരുമ്പോൾ പടച്ചോൻ ഇങ്ങോട്ടും ഒന്ന് ഇടയും. അതുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള നമ്മുടെ ദിക്റും സ്വലാത്തൊക്കെ ചെല്ലുന്നതോടൊപ്പം തന്നെ ഫർള നിസ്കാരം, വിശുദ്ധ ഖുർആൻ പാരായണം അതൊക്കെ ക്ലിയർ ആക്കുക. മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. എല്ലാവരോടും പിണങ്ങിയിരിക്കുന്നു എന്നിട്ട് ദിക്ർ ഇങ്ങനെ ചൊല്ലുന്നു, ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഉമ്മാനോട് വാപ്പാനോട് പിണക്കം, ഭാര്യയോട് പിണക്കം, ഭർത്താവിനോട് പിണക്കം, മക്കളോട് പിണക്കം, എന്നിട്ട് ഭയങ്കര ദിക്റും സ്വലാത്തും തസ്ബീഹും. അതുകൊണ്ട് എന്ത് നേട്ടം കിട്ടാൻ? അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലാൻ. ഇൻഷാ അല്ലാഹ് അങ്ങനെയായിരിക്കും എല്ലാവരും ചെയ്യുക, അങ്ങനെയാവണം. ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഇനി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ അടുക്കൽ, ഇപ്പൊ എൻ്റെ അടുക്കൽ തന്നെയല്ല നിങ്ങളുടെ അടുക്കലൊക്കെ വന്നാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിശുദ്ധമായ ഖുർആനിലെ അമൂല്യമായ 4 ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ഇസ്മുകളായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ള നിരവധി ഇസ്മുകൾ, യാ അല്ലാ, യാ റഹ്മാൻ തൊട്ട് തുടങ്ങി അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അവസാനിക്കുന്നു അല്ലെ. യാ സബൂർ, യാ അല്ലാ, ആ ഇസ്മുകൾ എടുത്തു നോക്കിയാൽ ഒരുപാട് അള്ളാഹുവിൻ്റെ പേരുകൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ പേരുകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരായത്താണ് സൂറത്ത് ഹശറിൻ്റെ അവസാനത്തെ 4 ആയത്ത്. ഇതിൽ 15ഓളം അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയുന്നുണ്ട്. അതിപ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ആയത്താണ് സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ 4 ആയത്ത്, അതായത് ലൗ അൻസൽന എന്നുള്ള ആയത്ത്. ഇത് നമ്മൾ പലരും ഓതാറുണ്ട് അല്ലേ. നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഓതാറുണ്ട്, സുബഹി നിസ്കാരം കഴിയുമ്പോൾ ചിലപ്പോൾ ഓതാറുണ്ട്, അല്ലെങ്കിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതാറുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ ഇത് ഓതുന്ന സമയത്ത് ചില നിയ്യത്തുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 15 നേട്ടങ്ങളാണ്. അള്ളാഹുവിൻ്റെ 15ഓളം വരുന്ന ഇസ്മുകൾ അടങ്ങിയിട്ടുള്ള ഈ 4 ആയത്ത് ഓതിയാൽ എന്ത് കിട്ടും? 15ഓളം വലിയ മഹത്വങ്ങൾ, പ്രതിഫലങ്ങൾ, നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ കിട്ടും. നമുക്കതൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ആയത്തുകളൊന്ന് ഓതിയാലോ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹശർ 59ാമത്തെ സൂറത്താണ്. അവസാനത്തെ 4 ആയത്ത് 21, 22, 23, 24 ആയത്തുകൾ ഒന്ന് ഓതാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ആയത്തുകൾ ഓതുമ്പോൾ മറ്റ് ആയത്തുകൾ ഓതുന്നതിനേക്കാൾ വ്യത്യാസത്തിൽ ഒരു കാര്യം പറയൽ പ്രത്യേകം നല്ലതാണ്. അത് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു, ഉസ്താദുമാർ പഠിപ്പിച്ചു തരുന്നു. എന്ത് പറയണം? സാധാരണ നമ്മൾ ഈ ആയത്തുകളും സൂറത്തുകളൊക്കെ ഓതുമ്പോൾ അഊദു ഓതാറുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലെ. അത് കഴിഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അഊദും ബിസ്മി നമ്മളെല്ലാം ഓതാറുണ്ട്, എല്ലാ സമയത്തും ഓതണം ഖുർആൻ ഓതുമ്പോൾ. പക്ഷെ ഈ 4 ആയത്തുകൾ ഓതുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു 2-3 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു ഓതണം. ഏതാണത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സാധാരണ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഈ ആയത്തുകൾ ഓതുമ്പോൾ ഇങ്ങനെ പറയലാണ്. എങ്ങനെ? നിങ്ങൾക്ക് കണ്ടോ, അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, അങ്ങനെ പറയണം. എന്ത്? അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. അത് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഈ ആയത്ത് ഓതുക. അപ്പൊ ഇത് മറന്നു പോവണ്ട. ഏതാണത്? അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് കഴിഞ്ഞ് ഈ ആയത്ത് ഓതുക. ലൗ അൻസൽനാ ഹാദൽ ഹാദാ എന്നല്ല, ഹാദാ അല്ല, ഹാ ഹംസ ഹാ. ഹാദാ എന്ന് ചില ആൾക്കാർ ഹാദാ എന്ന് പറയും, ഹാദാ എന്നല്ല, ഹാ എന്ന്, ഹാ ഹാ. ലൗ അൻസൽന ഹാദൽ ഖുർആന എന്നല്ല, ഖുർആന, ഖുർആനാന്നോ ഖുർആനാന്നോ എന്നല്ല പറയേണ്ടത്, ഖുർആന, ഖുർആന അങ്ങനെ പറയണം. ഓദിക്കോ. ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് وتلك الأمثال نضربها للناس لعلهم يتفكرون. എന്താ അതിന്റെ അർത്ഥം? ഈ പരിശുദ്ധമായ ഖുർആൻ ഇതൊരു പർവ്വതത്തിന്റെ മേലായിരുന്നു അവതരിച്ചതെങ്കിൽ, പർവ്വതത്തിന്റെ മുകളിലാണ് ഈ ഖുർആൻ ഇറക്കപ്പെട്ടതെങ്കിൽ, ഒരു പർവ്വതത്തിനാണ് അല്ലാഹു തആല ഈ ഖുർആൻ ഓതി കേൾപ്പിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇറക്കി കൊടുത്തിരുന്നു എങ്കിൽ ആ പർവ്വതം എന്താകുമായിരുന്നു? നാശമാകുമായിരുന്നു. അത് 2ആയി പിളർന്നു പോകുമായിരുന്നു. കാരണം എന്താണ്? അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം കൊണ്ട്. കാരണം ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. ആ പടച്ചോന്റെ വചനങ്ങൾ കേട്ടിട്ട് അള്ളാഹുവിൻ്റെ ആ വചനങ്ങൾ, വാക്കുകൾ അത് താങ്ങാൻ പറ്റാതെ പർവ്വതം പോലും ഛിന്ന ഭിന്നമാകുമായിരുന്നു. അതാണ് ആ പറയുന്നത്. അടുത്ത ആയത്ത്, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവർ റഹ്മാനുർ റഹീം എന്നാണ് കേട്ടോ. ഹുവർ റഹ്മാനിർ റഹീം അല്ല, ന്യൂ ആണ് അവിടെ. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹു ആകുന്നത് ആരാണ്? അല്ലാഹു ആകുന്നത് ഏകനാണ്. അല്ലാഹു അല്ലാതെ വേറെ ആരും ആരാധനക്കർഹനില്ല.
അവൻ ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം അറിയുന്നവനാണ്. അവൻ പരമകാരുണ്യകനാണ്, അവൻ കരുണയുള്ളവനാണ്, കരുണാനിധിയാണ്. ഇനി അടുത്തായത് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. ഇതെല്ലാം അല്ലാഹുവിന്റെ പേരാണ്. ഏതൊക്കെ? മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ. ഇതെല്ലാം അള്ളാഹുവിന്റെ പേരാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയുന്നു. ഏതൊക്കെയാണ് പടച്ചോന്റെ വിശേഷണങ്ങൾ? അവൻ രാജാധികാരമുള്ളവനാണ്, പരമപരിശുദ്ധനാണ്, അതുപോലെ സമാധാനം നൽകുന്നവനാണ്, അഭയം നൽകുന്നവനാണ്, മേൽനോട്ടം വഹിക്കുന്നവനാണ്, പ്രതാപശാലിയാണ്, പരമാധികാരിയാണ്, മഹത്വമുള്ളവനാണ്. അള്ളാഹുവാകുന്നു ഏറ്റവും വലിയ പരിശുദ്ധിയുള്ളവൻ. ഇതാണ് ആ ആയത്തിന്റെ അർത്ഥം. അടുത്ത ലാസ്റ്റ് ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു, വീണ്ടും അള്ളാഹിന്റെ വിശേഷണങ്ങൾ പറയുന്നു. അള്ളാഹു ആരാണ്? സൃഷ്ടാവാണ്, നിർമ്മാതാവാണ്, രൂപം നൽകുന്നവനാണ്. അള്ളാഹു ഏറ്റവും വലിയ മഹത്വമുള്ളവനാണ്. ആകാശങ്ങളിലും ഭൂമിയും എല്ലാം അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അവൻ ആരാണ്? പ്രതാപശാലിയാണ്, അവൻ യുക്തിമാനാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ 15ഓളം ഇസ്മുകൾ ഉള്ള ആയത്ത്. ഈ 4 ആയത്ത് ഓതിയാൽ 15 വമ്പം പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. ഏതൊക്കെ? ഇനി ആ പ്രതിഫലങ്ങളിലേക്ക് കിടക്കാം. 1, 4 ആയത്തുകൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്നെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഓതണം. 2 സമയത്തും ഓതാൻ പറ്റിയാൽ വമ്പൻ നേട്ടം ഇൻഷാ അല്ലാഹ് പറയാം. ഒരാൾ ഈ ആയത്ത് ഓതുകയാണെങ്കിൽ മിമ്മാ തഖദ്ദമ വ അഖറ, അവന്റെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ പോലും പൊറുക്കപ്പെടുമെന്ന് ഇതിന്റെ മഹത്വങ്ങൾ വിളിച്ചോതുന്ന കിതാബുകളിൽ മഹാന്മാർ എഴുതി വെക്കുന്നു. പിന്നെയോ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഉമ്മമാരെ ഞാൻ നിങ്ങളും, അല്ലെ? ആഖിറത്തിൽ വലിയ വിജയം ഉണ്ടാവണം. ആഖിറത്തിൽ അമ്ന് ഉണ്ടാകും. അമ്നെന്ന് പറഞ്ഞാൽ നിർഭയത്വം, ഒരു പേടിയില്ല. പരീക്ഷയ്ക്ക് പോകുന്നു, ചോദ്യങ്ങൾ വരുന്നത് ഏതാണെന്ന് അറിയാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവും ഒരാൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് പിന്നെ എന്തിനാ പേടിക്കേണ്ടത്? നേരെ പോകുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, ആ ചോദ്യത്തിന്റെ എണ്ണത്തിനനുസരിച്ച് അവൻ ഉത്തരം എഴുതുന്നു. ഒന്നും പഠിക്കാതെ പോയാൽ അല്ലെങ്കിൽ കുറച്ച് പഠിച്ചിട്ട് പോയാൽ അവർക്ക് ഭയങ്കര പേടിയും വെപ്രാളവും ഒക്കെ ആയിരിക്കും. എന്നതുപോലെ ഇവിടെ അമ്നാണ്, അതായത് ഒരു പേടിയില്ല. കാരണം എന്താ? ഞാൻ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു അമ്ന അല്ലാഹു തആല നമുക്ക് ആഖിറത്തിൽ തരുമെന്നാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഈ ആയത്തുകൾ ഓതിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റാഫിഈങ്ങളിൽ പെടുത്തുന്നതാണ്. റാഫിഈങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർച്ച കിട്ടുന്ന ആളുകൾ. ദുനിയാവിലും ഉയർച്ച, ആഖിറത്തിലും ഉയർച്ച. ദുനിയാവിൽ എങ്ങനെ? നമ്മുടെ കച്ചവടം ലാഭത്തിലാകാം, അതുപോലെ നമ്മുടെ ബിസിനസ് അൽഹംദുലില്ലാഹ് ഖൈറാവാം, നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകും, നമ്മുടെ മക്കളിൽ സലാമത്തുണ്ടാകും, നമ്മുടെ രോഗങ്ങളൊക്കെ. അപ്പൊ റാഫിഅ, ഉയർച്ച അല്ലാഹു തആല തരും. നാലാമത്തെ പ്രത്യേകത, ഇത് ഓതുന്ന മനുഷ്യന് ലോകത്തിലെ മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ദുആ കിട്ടാനുള്ള വലിയ അവസരമാണ്. അഞ്ചാമത്തെ പ്രത്യേകത, മത്സ്യങ്ങളുടെയും ഇഴജന്തുക്കളുടെയും എന്തിന് കണ്ണുകൊണ്ട് കാണാത്ത എത്രയോ സൂക്ഷ്മ ജീവികളുണ്ട്, അതിൻ്റെയൊക്കെ ദുആ ആ മനുഷ്യന് കിട്ടുന്നതാണ്. ആറാമത്തേത്, മലക്കുകളുടെ ദുആ. നാം ദുആ ചെയ്ത്, നാം ഇപ്പോൾ ഒരു കാര്യം നടക്കാൻ ചിലപ്പോൾ ഒരു ജോലി ആയി വരുന്നുണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും എന്താണ്, ജോലി കിട്ടണമെന്ന് ദുആ ചെയ്യൂല. പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാകും, പോകുന്നു, അതൊക്കെ നടക്കും. പക്ഷെ ദുആ പലപ്പോഴും നമ്മൾ മറന്നു പോകും. മറക്കാൻ പാടില്ല. ഈ ആയത്ത് ഓതുന്നവനാണെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദുആ ചെയ്യാൻ മറന്നുപോയാൽ മലക്കുകൾ അവനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. മലക്കുകളുടെ ദുആ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദുആ പോലെയല്ല, വേഗത്തിൽ അല്ലാഹു തആല സ്വീകരിക്കും. ഏഴാമത്തെ പ്രത്യേകത, ഷഹീദായി മരണപ്പെട്ടവരുടെ കൂലിയാൻ. യാ റബ്ബ്, അള്ളാഹു അതെല്ലാം നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. അതിനെന്ത് ചെയ്യണം? ഈ ആയത്ത് മുടങ്ങാതെ മറക്കാതെ ഓതണം. എട്ടാമത്തേത്, ജിന്നുകൾ, പിശാചുക്കൾ, ശൈത്വാന്മാർ, കണ്ണേർ, സിഹർ, അസൂയ, ഇതൊന്നും ഏൽക്കില്ല. എങ്ങനെ? ഈ 4 ആയത്തുകളും ഒരു മനുഷ്യൻ ഓതുന്നു, എന്നിട്ട് അവന്റെ ഉള്ളം കൈയിലേക്ക് ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുന്നു, അവന്റെ ശരീരത്തെ തടവുന്നു. വിശുദ്ധ ഖുർആൻ അത് രോഗശമനമാണ്. ഖുർആൻ മുഴുവനും രോഗശമനമാണ്, ശിഫയാണ്.
മാത്രമല്ല അത് വലിയ മുഅ്മിനീങ്ങൾക്ക് ആശ്വാസവുമാണ്. പ്രത്യേകിച്ച് ഈ 4 ആയത്ത്, ഇപ്പം നമ്മൾ പറഞ്ഞ 4 ആയത്ത് ഓതിയിട്ട് കൈകളിൽ ഊതി ശരീരത്ത് തടവിയാൽ എല്ലാ ഇടങ്ങേറുകളും മാറും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല മാറ്റി തരട്ടെ. 9, പരീക്ഷയ്ക്ക് പോകുന്നവരെ, ഇന്റർവ്യൂവിന് പോകുന്നവരെ, ജോലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരെ, അല്ലെങ്കിൽ ഒരു പുതിയ കല്യാണം അന്വേഷിക്കാൻ പോകുന്നു, പുതിയ വാഹനം അതെടുക്കാൻ വേണ്ടി പോകുന്നു, വീട് താമസം അത് തുടങ്ങാൻ വേണ്ടി പോകുന്നു, കല്യാണം മകളുടെ വിളിക്കാൻ പോകുന്നു, ഇങ്ങനെ ഏത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഈ ആയത്ത് ഓതിയിട്ട് നല്ലവണ്ണം ദുആ ചെയ്തിട്ട് പോണേ. അതിന് അല്ലാഹു വിജയം തരുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. 10ാമത്തെ പ്രതിഫലം കേട്ടോ, രാവിലെ ഒരു മനുഷ്യൻ ഓതിയാൽ വൈകിട്ട് വരെ അവൻ സ്വർഗ അവകാശിയാണെന്ന് മലക്കുകൾ എഴുതി വെക്കുന്നതാണ്. വൈകിട്ട് ഓതിയാൽ രാവിലെ വരെ ഇവൻ സ്വർഗ അവകാശിയാണെന്ന് എഴുതി വെക്കുന്നതാണ്. 11ാമത്തെ പ്രതിഫലം, ഇതിൽ അല്ലാഹുവിന്റെ 15ഓളം ഇസ്മുകൾ പറയുന്നുണ്ട്. ആ ഇസ്മുകളിൽ പലതും ഇസ്മുൽ ആളമാണെന്ന് വരെ പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4 ആയത്തുകൾ ആരാണോ നല്ല മനസാന്നിധ്യത്തിൽ ഓതുന്നത്, എന്നിട്ട് അവൻ ദുആ ചെയ്യുന്നത്, അവന്റെ ദുആ തന്നെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. 12ാമത്തെ പ്രതിഫലം, 70,000 മലക്കുകളുടെ ദുആ കിട്ടും. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ ആ മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാകും. വക്കലല്ലാഹു ബിഹി 70,000 മലക്കിൻ, അല്ലാഹു തആല 70,000 മലക്കുകളെ ഇവന് നോക്കാൻ ഏൽപ്പിക്കുന്നതാണ്. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ, വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ. 13ാമത്തെ നേട്ടം, രോഗിയുടെ അടുക്കൽ രോഗിയുടെ തലയിൽ കൈവച്ച് ഈ ആയത്ത് ഓതിയാൽ ആ രോഗിക്ക് ശിഫ കിട്ടുന്നതാണ്. ഈ 4 ആയത്ത് ഓതിയിട്ട് അയാൾ മന്ത്രിക്കുക. 14, മുസ്ലിമീങ്ങളായ ജിന്നുകൾ സ്ഥിരമായി ഓതുന്ന ആയത്തുകളിൽപ്പെട്ട ആയത്താണ് ഈ വിശുദ്ധമായ സൂറത്ത് ഹശറിന്റെ അവസാനത്തെ ആയത്ത് ലൗ അൻസൽന. ജിന്നുകൾ പോലും സ്ഥിരമായി ഓതുന്നു, അവർക്കതിന്റെ നേട്ടം അറിയാം. 15, കാഴ്ച, കേൾവി ഇതൊക്കെ വർദ്ധിക്കാൻ ഈ ആയത്തുകൾ ഓതിയിട്ട് 2 തള്ളവിരൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നമ്മുടെ കണ്ണുകളിലും ചെവിയിലും തടവുക. അപ്പോൾ 15 നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയുമുണ്ട് ഒരുപാട്. ഒരാൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവനാണെങ്കിൽ അവന്റെ കടങ്ങൾ മാറാൻ, ഒരു അനുഗ്രഹം അല്ലാഹു നമ്മളിലേക്ക് അടുപ്പിച്ചു തരാൻ, ഗർഭിണികളായ സഹോദരിമാർക്ക് സ്ഥിരമായി ഓതാൻ, സ്വാലിഹീങ്ങളായ മക്കളുണ്ട്, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ 4 ആയത്തുകൾ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ വിട്ടുപോവണ്ട, മുറുക്ക പിടിച്ച നിരവധി നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ, ജിന്നുകളൊക്കെ സ്ഥിരമായി ഓതുന്ന ഈ ആയത്തുകൾ അല്ലാഹു തആല പതിവാക്കാനും, അത് ഓതുമ്പോൾ എന്തെല്ലാം ഇപ്പോൾ പറഞ്ഞതല്ല കേട്ടോ, ഇതല്ലാതെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും, അത് മുഴുവനും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും ഒന്നിച്ച് ആ ആയത്തുകളൊന്ന് ഓതിയാൽ ഒറ്റ പ്രാവശ്യം ഒന്ന് ഓതാം. ഓദിക്കും. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. الحمد لله. ഈ ആയത്തുകൾ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 പ്രാവശ്യം വീതം ഓതാൻ പറ്റിയാൽ ഏറ്റവും വലിയ ഖൈറാണ്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഓതാൻ വിട്ടുപോകണ്ട. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കാത്തിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ ഓതിയിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക. നമ്മുടെ ദുആ സ്വീകരിക്കും, നമ്മുടെ പ്രശ്നങ്ങൾ മാറും, സങ്കടങ്ങൾ മാറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഇരുലോകത്തും വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.